ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് നഗ്ന സത്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്നല്ലേ പറയാം. അതിന് മുന്നേ കുറച്ചാളും മുന്നേ എനിക്കൊരു മെസ്സേജ് വന്നു, ചേച്ചി എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്, എല്ലാവരും എന്നെ കളിയാക്കുമോ, ഞാൻ എങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തുമോ, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ചേച്ചി തുടങ്ങിയ സമയത്ത് ചേച്ചി എല്ലാവരും കളിയാക്കിയിട്ടുണ്ടോ, അതോ ചേച്ചിക്ക് എല്ലാവരും സപ്പോർട്ടാണോ തന്നത് എന്നൊക്കെ ചോദിച്ചു എനിക്കൊരു മെസ്സേജ് വന്നു. അതുമാത്രമല്ല, ആ കുട്ടി യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം ആ വീട്ടിൽ പറഞ്ഞ സമയത്ത് ആരോ വഴി അവരുടെ റിലേറ്റീവ് പറഞ്ഞു. അപ്പോൾ ആ റിലേറ്റീവ് പറയാം, യൂട്യൂബ് ചാനൽ ഒന്നും തുടങ്ങിക്കൂടാ, അതൊന്നും പെമ്പിള്ളേർക്ക് പറ്റുന്ന പരിപാടിയല്ല, അതൊന്നും ശരിയായിട്ടുള്ള പരിപാടിയല്ല എന്ന്. എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെ അയാൾ പറഞ്ഞതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ്, ആ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് എൻ്റെ ഇത്രയും നാളത്തെ ഒരു ജേണിയെ പറ്റിയിട്ടും പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ജേണിയെ പറ്റിയിട്ടും കുറച്ചൊന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്ന ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ തന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പറയാം. ഒരു 2023 ജൂലൈ ആണോ ജൂൺ ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ആ ഒരു ടൈമിലാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും സ്റ്റാർട്ട് ചെയ്തത്. അത് ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ സിസ്റ്ററും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ പറഞ്ഞു എന്നോട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും, നിനക്ക് ഇതുപോലത്തെ കുറേ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ അറിയാലോ, അപ്പം നീ എന്തായാലും സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഒരു ദിവസം രാത്രി എനിക്ക് അന്ന് രാവിലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് വന്നായിരുന്നു. അപ്പം ഞാൻ ആ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ നടന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചേച്ചി ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രി എന്നെ വിരട്ടി എന്നോട് ദേഷ്യപ്പെട്ടാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ എനിക്ക് എടുത്തിപ്പിച്ചത് എന്നെ കൊണ്ട്. കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ. എനിക്ക് പേടിയായിരുന്നു, എൻ്റെ ചുറ്റിനുള്ള ആൾക്കാർ എന്നെ കളിയാക്കുമോ, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സമയത്തായിരുന്നു അവർ പറഞ്ഞു, പറ്റത്തില്ല, നീ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, ഞാൻ കുറച്ച് നാളും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ പേടി കാരണം ഞാൻ മാറ്റി വെച്ചേക്കാണ്. അപ്പം അന്ന് പിടിച്ച പിടിയാലെ എന്നെ പിടിപ്പിച്ച് ആദ്യത്തെ വീഡിയോ എടുപ്പിച്ച് എന്നെ കൊണ്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുൾ ചീവീടിൻ്റെ ഒച്ചയായിരുന്നു, നല്ല ക്യാമറ ഇല്ല, നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റ് ഇല്ല, ഫുൾ ഒരു ഇരുണ്ട് മങ്ങി ആ ഒരു രീതിയിൽ. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് നല്ലൊരു തുണി പോലും ഇല്ലായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അന്ന് എന്തോ അത് ഓർഡർ ചെയ്ത് കിട്ടിയപ്പോൾ ആ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് എടുത്തത്. അല്ലാണ്ട് എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റും നല്ല തുണി പോലും ഇല്ലായിരുന്നു എൻ്റെ ആ ഒരു സമയത്ത്. അപ്പം അങ്ങനെ ഞാൻ ആരോ വന്നിട്ട് തോന്നി. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്തു. എൻ്റെ ഇഷ്ടം പോലും അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് പേടിച്ച് പണ്ടാരം അടങ്ങി കുറേ ടേക്ക് എടുത്താണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്തത്. അങ്ങനെ ഞാനത് നമ്മുടെ അന്ന് രാത്രി തന്നെ അപ്പം തന്നെ നമ്മുടെ യൂട്യൂബിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് ചേച്ചി കുറേ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു, എൻ്റെ അനിയത്തിന് പുതിയ യൂട്യൂബ് ചാനലാണ്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അങ്ങനെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത്, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അത് നമുക്കറിയാം. പക്ഷേ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയി. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ എനിക്ക് അടുത്ത ദിവസം എനിക്കൊരു പേടി, എനിക്കൊരു ചമ്മല. കാരണം അപ്പോൾ തന്നെ കളിയാക്കലൊക്കെ വന്നു തുടങ്ങി, നീ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലേ, അപ്പം നമ്മുടെ ഒരു ഉള്ള കോൺഫിഡൻസും കൂടി ഇല്ലാതാവത്തില്ല. പക്ഷെ എൻ്റെ വീട്ടുകാരും, ഞാൻ പറഞ്ഞില്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന്, അവരെന്നെ പുഷ് ചെയ്ത് എന്നെ കൊണ്ട് ഡെയിലി വീഡിയോ എടുപ്പിക്കാറുണ്ട്. എനിക്ക് ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ക്യാമറ ഇല്ല, നല്ലൊരു റിംഗ് ലൈറ്റ് ഇല്ല, നല്ലൊരു സ്റ്റാൻഡ് ഇല്ല, ഒന്നും തന്നെ ഇല്ല, ഒരു മൈക്ക് പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു. കാരണം ഇതൊന്നും വാങ്ങാൻ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഈ റൂം പോലും ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഞാൻ ചെയ്തത് ജസ്റ്റ് ഒരു ടേബിൾ കൊണ്ടിട്ട് ഇവിടെ കുറേ പുസ്തകങ്ങൾ വാങ്ങാറുണ്ട്. അച്ഛനൊക്കെ മിക്കവാറും പുസ്തകങ്ങൾ വാങ്ങാറുണ്ട്. അപ്പം ഇതിൽ നല്ല കട്ടിയുള്ള പുസ്തകങ്ങളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ പുസ്തകങ്ങൾ അടുക്കി വെച്ച് അതിനകത്ത് എൻ്റെ ഫോൺ ചാരി വെച്ചാണ് എൻ്റെ വീഡിയോസ് എടുക്കുന്നത്. വീഡിയോ എടുത്ത് പകുതി വരും, ഫോൺ പടക്കേനടിച്ച് തറയിൽ വീഴും, വീണ്ടും വീഡിയോ എടുക്കും, ഫോൺ പടക്കേനടിച്ച് തറയിൽ വീഴും. ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ വീഡിയോ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു, പ്രോപ്പറായിട്ട് ലൈറ്റും കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഈ റൂം ഇങ്ങനെയൊന്നും അല്ല ഇരുന്നത്, ഇവിടെ ജസ്റ്റ് ഒരു ബൾബ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ട്യൂബ് ഇട്ടു, പിന്നെ റിംഗ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പം രാവിലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. രാവിലെ എന്ന് പറഞ്ഞിട്ട് അതിരാവിലെ എടുക്കാനും പറ്റത്തില്ല, നൈറ്റ് സന്ധ്യ ആയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. ഒരു ഗോൾഡൻ ലൈറ്റ് ഒക്കെ വരുന്ന ടൈമിൽ ഒരു 8 മണി ആ ഒരു ടൈമിലാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് എന്താണ്, സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ കീ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒന്ന് ഓൺ വോയിസ് വീഡിയോസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ നമുക്ക് വീഡിയോസ് എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാം, ഇൻഷോട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ വീഡിയോ രാവിലെ എടുക്കും, ആരും ഇല്ലാതെ ഇങ്ങനെ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി പൊത്തി പിടിച്ചിരുന്നായിരുന്നു ഞാൻ എൻ്റെ വോയിസ് ഓവറും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത്.
അങ്ങനെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസ് കിട്ടി. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ആദ്യമൊക്കെ നമ്മളെ അറിയാവുന്നവരായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നെ അന്ന് എനിക്ക് ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് തോന്നുന്നു 500 ഫോളോവേഴ്സേ ഉള്ളായിരുന്നു അന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. മീൻസ് ഒരു വർഷം മുന്നേ. അപ്പം ഒരു വർഷമല്ല 2 വർഷം മുന്നേ 500 ഫോളോവേഴ്സേ ഉള്ളൂ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവും കാര്യങ്ങളൊന്നുമില്ല. വല്ലപ്പോഴും ഒരു ഫോട്ടോ ഇട്ട് അത്രേ ഉള്ളൂ. അതിന് കൂടി പോയി കിട്ടുന്ന ലൈക്ക് 10 ലൈക്ക് 20 ലൈക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി, സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തു. ആ സമയത്ത് കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കളിയാക്കില്ല, റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന് കളിയാക്കില്ല, നമ്മുടെ ചുറ്റുമുള്ള നെയ്ബേഴ്സിൻ്റെ അടുത്ത് നിന്നും കളിയാക്കില്ല. പക്ഷെ അന്ന് ഞാൻ എന്തോ എൻ്റെ കൂടെ അത്രയും സപ്പോർട്ടായിട്ട് ഞാൻ പറഞ്ഞ കുറച്ച് പേര് നിന്നുകൊണ്ട് ഞാൻ തളർന്നില്ല. ഞാൻ എന്നും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, എന്നും ലോങ് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ലോങ് വീഡിയോ ഇടും, ഷോർട്സ് ഇടും. അങ്ങനെ ഒരു ദിവസം 2 ഷോർട്സ് അങ്ങനത്തെ ഉള്ള രീതി ഇട്ടിട്ട് പോയി കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഞാൻ തുടങ്ങിയിട്ടില്ല. സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. മീൻസ് നമുക്ക് 500 ഫോളോവേഴ്സും ഇത്ര വ്യൂസോ അല്ലെങ്കിൽ ഇത്ര വാച്ച് ഹവറും വരുമ്പോൾ നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒന്നും കൂടി ഒരു തോന്നി വേഗം തന്നെ എനിക്ക് ഇത്ര വാച്ച് ഹവർ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും വീഡിയോസ് ഇടുന്നുണ്ട്. നമുക്ക് വീഡിയോസിന് വളരെ തുച്ഛമായിട്ടുള്ള വ്യൂസേ കിട്ടത്തുള്ളായിരുന്നു. കൂടിപ്പോയ 100 വ്യൂസ് 50 വ്യൂസ് ആ രീതിയിൽ എനിക്ക് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ എഫേർട്ടിന് ഒരു കിട്ടി, എനിക്ക് റിസൾട്ട് കിട്ടി. എൻ്റെ 2 വീഡിയോസ് കയറി ക്ലിക്കായി. ഒരു വീഡിയോ 3 ലക്ഷം, ഒരു വീഡിയോ 2 ലക്ഷം. ആ ഒരു രീതി നല്ലോണം കയറി ക്ലിക്കായി. എനിക്ക് ആ ഒരു വീഡിയോ തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതെനിക്ക് എങ്ങനെ മോണിറ്റൈസേഷൻ വഴി മീൻസ് യൂട്യൂബിൽ എങ്ങനെ അത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ കുറേ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ കണ്ടു, കുറേ പേരെടുത്ത് എന്നെ കൊണ്ട് അറിയാവുന്നവരടുത്ത് ചോദിച്ചു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അത്യാവശ്യം നല്ലോണം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ വേറെ കുറേ പേരടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നില്ല. പക്ഷെ അപ്പം എനിക്ക് സങ്കടം തോന്നി. കാരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ അവർക്ക് എന്താ നഷ്ടം വരുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെ. കാരണം എനിക്കറിയാം, കാരണം അത് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്കിത് വീണ്ടും റീഅപ്ലൈ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാം എത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തതെന്ന്. അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ചേച്ചിയും കൂടെ ഒക്കെ ഇരുന്ന് അത് സെറ്റ് ചെയ്തു എടുത്തു. നമ്മുടെ മോണിറ്റൈസേഷൻ ആയി. അങ്ങനെ വീഡിയോസിൽ ആഡ് വരാൻ സ്റ്റാർട്ട് ചെയ്തു. അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഞാൻ യൂട്യൂബ് മാത്രം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്ന മീൻസ് എൻ്റെ വീട്ടിൽ ചേച്ചിയും പിന്നെ അല്ലാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിനക്ക് ഇൻസ്റ്റാഗ്രാമും കൂടെ സ്റ്റാർട്ട് ചെയ്തുകൂടെ, നിനക്ക് യൂട്യൂബിലിടുന്ന ഷോർട്സ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ പോരേനും. അപ്പം എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇടണമെന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു, നല്ല കളിയാക്കൽ കിട്ടുമെന്ന് പേടിയുണ്ടായിരുന്നു. കാരണം യൂട്യൂബിൽ അത്രയും എന്നെ അറിയാവുന്ന ആൾക്കാരല്ല, നമ്മൾ അറിയാത്ത ആൾക്കാരായിരുന്നു നമുക്ക് ഫോളോ ചെയ്തതും നമ്മളെ സപ്പോർട്ട് ചെയ്തതൊക്കെ, മീൻസ് സബ്സ്ക്രൈബ് ചെയ്തതും നമ്മളെ സപ്പോർട്ട് ചെയ്തതൊക്കെ. അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടണോ, കാരണം എന്നെ അറിയാവുന്ന കുറേ പേരുണ്ട്, മീൻസ് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നാലും പോട്ടെ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ 1000 വ്യൂ 500 വ്യൂ അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുക. അതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് പഠിക്കാൻ പോയത്. അപ്പം അതിന് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പകുതിക്ക് വെച്ച് ഇൻസ്റ്റഗ്രാമിൻ്റെ അങ്ങ് നിർത്തി. കാരണം വ്യൂസ് കിട്ടുന്നില്ല, കുറേ കളിയാക്കലും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ എന്ത് ചെയ്ത് അങ്ങ് നിർത്തി. അപ്പം ചേച്ചിയും ആ സമയത്ത് ഇവിടെ ഇല്ല. ചേച്ചി പഠിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് പോയേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ കുറച്ച് ഫ്രണ്ട്സും അവർ പഠിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബ് മാത്രം ഫോക്കസ് ചെയ്യാം, ഇൻസ്റ്റഗ്രാം അങ്ങോട്ട് മാറ്റി വെക്കാന്നുള്ള രീതി മാറ്റി വെച്ചു. എന്നിട്ടാണ് ഞാൻ നമ്മുടെ ഇതിന് പോയത്, നമ്മുടെ മേക്കപ്പിൻ്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ മേക്കപ്പിൻ്റെ കോഴ്സൊക്കെ പഠിക്കാൻ പോയി, പഠിച്ചിട്ട് വന്നു. അതിനെപ്പറ്റി ഞാൻ വേറൊരു സ്റ്റോറി ആയിട്ട് പറയാം. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും അത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് കുഴപ്പമില്ലാത്ത രീതി എനിക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് കുറച്ച് സ്റ്റോറി ആയിട്ട് ഇങ്ങനെ പറയാമെന്ന്. അങ്ങനെ മേക്കപ്പൊക്കെ പഠിക്കാൻ പോയി തിരിച്ചു വന്നു. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ വർക്കും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. കാരണം ഞാൻ ഒരു ബിഗിനറാണ്, എന്നെ വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ ആൾക്കാരില്ല, നമുക്കൊരു ഷോപ്പില്ല, ഞാനൊരു ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, നമുക്ക് നല്ലൊരു ഇൻസ്റ്റഗ്രാം പേജില്ല, അങ്ങനത്തെ ഉള്ള രീതിയായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് അമ്മ എന്നോട് ചോദിച്ചു, മോളെ എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യൂ, എൻ്റെ കല്യാണത്തിനൊന്നും ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടില്ല, ലാഷും ലെൻസും വെച്ചിട്ടില്ല, എന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം വെച്ചാൽ പിന്നെന്താ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അന്ന് എൻ്റെ കയ്യിലിരുന്ന ഫോൺ പോക്കോ S3 Pro തോന്നുന്നു. അപ്പം അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, വീഡിയോ ഒക്കെ എടുത്തു, അമ്മ മേക്കപ്പ് ചെയ്തു. ഞാനത് അമ്മയുടെ ഇഷ്ടത്തിനൊരു രീതിയിൽ മേക്കപ്പ് ചെയ്തതാണ്. പിന്നെ ചേച്ചി വരുമ്പോൾ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തു. അപ്പം എന്താ തോന്നി, ഞാനത് മറ്റേ കമലഹാസൻ്റെ ഒരു പാട്ടില്ലേ, നമ്മുടെ ഒരു സിനിമയുടെ പേരേ മറന്നു, അല്ലെങ്കിൽ ഓർമ്മ കിട്ടത്തില്ല എങ്ങനെ ഇരിക്കുമോ. അപ്പോൾ ആ പാട്ടിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു.
അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്ന്, അത് എന്നെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്നത് കുറച്ച് ക്യാപ്ഷനൊക്കെ കൊടുത്ത് ഞാൻ എന്ത് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അത് പെട്ടെന്ന് കയറി 1 million ആയി. അതൊരു ന്യൂസിൽ വന്നു. അപ്പം ഞാൻ കൊള്ളാലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇട്ടാണ്. കാരണം മറ്റേതൊക്കെ നമ്മൾ വ്യൂ കിട്ടണമെന്ന് പറഞ്ഞിട്ടതാണ്, പക്ഷെ അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇട്ടു. അത് കയറി 1 million ആയി. അതൊരു വന്നു. പക്ഷെ ആ സമയത്ത് എന്നോട് കുറച്ച് പേര് ചോദിച്ചു, നീ ഇത് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാണോ ന്യൂസിൽ? നീ എത്ര രൂപയാണ് കൊടുത്തത് ഇതുപോലെ ന്യൂസ് വരാൻ വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നോ, ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അന്ന് ആ കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് വല്ല ഡ്രസ്സോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങി കഴിക്കാനോ ഞാൻ എടുത്തേനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൈസ ഒന്നും കൊടുത്തല്ല ചെയ്യിപ്പിച്ചത്. അല്ലാണ്ട് സത്യത്തിൽ ആ ന്യൂസ് ഞാനല്ല ആദ്യമായിട്ട് കണ്ടത്. ചേച്ചിയുടെ ഒരു ഫ്രണ്ട് കണ്ട് ആ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്ന്, അങ്ങനെ ഞാൻ കണ്ടത്. അങ്ങനെ അത് കുറച്ച് പേര് അറിഞ്ഞു. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കുഴപ്പമില്ലാത്ത രീതി ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഭയങ്കര ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. ഒരു 1000 പേര് ആവാൻ തുടങ്ങി. അപ്പോഴും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്ത് പതിയെ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു വീഡിയോ 1 million ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എങ്ങനെയോ കുറേ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് 10K ഫോളോവേഴ്സ് ആയി ഇൻസ്റ്റാഗ്രാമിലും. അപ്പോഴും ഞാൻ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ചുറ്റിനും കളിയാക്കലുണ്ട്. മീൻസ് എൻ്റെ ഫ്രണ്ട്സ്, എനിക്കറിയാവുന്ന കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവൾ ഇതും കൊണ്ടിരുന്ന് രക്ഷപ്പെടുവോ, ഇവൾക്ക് എന്താ പഠിക്കാൻ പോയിക്കൂടാതെ, ഇവള് ഡിഗ്രി ഫെയിൽ ആയതുകൊണ്ടാണ് ഇവൾ ഇതിനകത്ത് ഇറങ്ങിയത്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. എൻ്റെ പൊന്നും, എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ആ യൂട്യൂബർ വന്നു, ആ ഇൻസ്റ്റഗ്രാമർ വന്നു, ഈ ഇൻഫ്ലുവൻസർ വന്നു എന്ന് പറഞ്ഞാൽ കാര്യത്തിലല്ല, കളിയാക്കി കുത്തി എന്നെ പറഞ്ഞിട്ടുണ്ട്. ചുറ്റിനുള്ള ആൾക്കാരൊക്കെ തന്നെ എന്നെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുറച്ച് പേരുണ്ട്, ഞാൻ നന്നാവണമെന്ന് കുറച്ച് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിൽ നിൽക്കുന്നത്. പിന്നെ എനിക്കും തോന്നി, എന്തിനാണ് ഞാൻ നിർത്തുന്നത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബിലും വീഡിയോ ഇടുന്നുണ്ട്. യൂട്യൂബിൽ പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് വർക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്താ ചെയ്ത്, എനിക്ക് വീണ്ടും യൂട്യൂബിൽ ലോങ് വീഡിയോ ഇടുന്നത് കുറഞ്ഞ്. മറ്റേ ഞാൻ എല്ലാ ദിവസവും ലോങ് വീഡിയോ ഇടും, പക്ഷെ അത് കുറഞ്ഞ്, എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. കാരണം രാത്രി വർക്കിന് പോകും, അങ്ങനെയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആയ സമയത്ത് ഞാൻ വിചാരിച്ചു ഷോർട്സ് എന്ന് വിടാം, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എന്ന് വിടാമെന്ന്. അങ്ങനെ റീൽസ് ഇട്ടു. 10K ആയി, 20K ആയി, 30K ആയി, 40K ആയി. ഇപ്പം എനിക്ക് 92.6K ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പം ഞാൻ അത്രയും എഫേർട്ട് എടുത്തതിൻ്റെ റിസൾട്ട് ദൈവം എനിക്ക് തന്നെന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലായിരുന്നു. ഞാൻ ടിക്ടോക്കിലില്ലായിരുന്നു, മറ്റേ കുറേ ആപ്സ് ഇല്ലായിരുന്നു നേരത്തെ ഉള്ള, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിലാണ്. സോ അപ്പോൾ എൻ്റെ ഫേസ് ആർക്കും സിമിലർ അല്ല, എന്നെ ആർക്കും കണ്ട് പരിചയമില്ല. ആ ഒന്നുമില്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഇപ്പം എന്തെങ്കിലും ആയി തീർന്നത്. എനിക്ക് ഭയങ്കരമായിട്ടായെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എന്നാലും എനിക്ക് ഈ 92K ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ. എനിക്ക് അയ്യോ എന്നുള്ള രീതിയിൽ ഭയങ്കര സംഭവമാണ്. കാരണം 10K തന്നെ ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വേണ്ട പോട്ടെ, 1000K ആയപ്പോൾ തന്നെ എനിക്ക് 1000K അല്ലല്ലോ, 1000 ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം എനിക്ക് അത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നി. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ മിണ്ടിയിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതെനിക്ക് ഒറ്റ ഒരു ഇതിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ എത്രയും കാര്യമായിട്ട് കാണിക്കുന്ന ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണും, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അവരാരും വീഡിയോസ് കാണത്തില്ല, കമൻറ്റ് കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അതൊക്കെ അവരോട് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇവർ നമ്മളെ പുറത്ത് ചിരിച്ച് കാണിക്കുമല്ലോ, അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പം എനിക്കൊരു ഇതേ പറയാനുള്ളൂ. അന്ന് ഞാൻ കുറേ കളിയാക്കൽ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ആ കളിയാക്കലിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ എടുക്കാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല, സ്വന്തമായിട്ടൊരു കാറ് പോലും എനിക്ക് വാങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അന്ന് ഞാൻ അവരുടെ കളിയാക്കലിൽ പോയി ഞാനത് അവിടെ വെച്ച് നിർത്തി വേറെ എന്തെങ്കിലും പോയിരുന്നെങ്കിൽ എനിക്കിതൊന്നും ആവാൻ പറ്റില്ലായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ റിംഗ് ലൈറ്റ് വാങ്ങിച്ചു, ഫോൺ വാങ്ങിച്ചു, സ്റ്റാൻഡ് വാങ്ങിച്ചു, ക്യാമറ വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു. ഇനിയും കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറും 0 നിന്ന് വന്ന ഞാൻ ഇന്ന് എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആൾക്കാരുടെ കളിയാക്കൽ കേൾക്കാണ്ട് എൻ്റെ കൂടെയുള്ള കുറേ പേരുടെ സപ്പോർട്ട് കാരണമാണ്. അതുപോലെ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വെച്ച് താമസിക്കുകയും ചെയ്യലും, നിങ്ങൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. മീൻസ് റിംഗ് ലൈറ്റും സ്റ്റാൻഡും നല്ലൊരു ഫോണും എല്ലാം കൂടെ നമുക്ക് ആദ്യം തന്നെ ആക്കാൻ പറ്റത്തില്ല. അതെല്ലാം ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക്
തുടങ്ങാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ ചെയ്തതിൻ്റെ ഒരു ചാരിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പോട് കൂടി വീഡിയോസ് എടുക്കണം. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം യൂസ് ചെയ്ത് നമ്മൾ റിംഗ് ലൈറ്റ് വാങ്ങണം, പിന്നെ സ്റ്റാൻഡ് വാങ്ങണം. ഇനിയിപ്പോൾ ഇതുപോലെ ഭിത്തി വേണമെന്നില്ല, ജസ്റ്റ് ഒരു കർട്ടൻ യൂസ് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയാലും സെറ്റ് ചെയ്യാം. അതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ഓർത്ത് വെച്ച് നമ്മൾ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള പിള്ളേരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കല്ലേ, നിങ്ങൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യും. യൂട്യൂബ് കൊണ്ടുവന്നിട്ട് കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോകും, പറ്റുമെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കും കൂടെ കൊണ്ടുപോകും. എനിക്ക് ഫേസ്ബുക്കിനെ പറ്റി വലുതായിട്ട് എനിക്ക് ഐഡിയ ഇല്ല, പക്ഷെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ട്, പക്ഷെ അതിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അത് പഠിച്ച് അതിലും കൂടെ കുറച്ചൊന്ന് ആക്റ്റീവ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിക്കോളൂ. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊരു ഇൻകം നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഞാനതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ്. അപ്പം എന്നെയും കുറേ കളിയാക്കിയിട്ടുണ്ട്, ഞാൻ ഡിഗ്രി തോറ്റയാന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ കളിയാക്കലിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടാണ് ഞാനും വന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ഇതാണ് എൻ്റെ യൂട്യൂബ് ജേർണി വന്നിട്ട്. ഇപ്പം എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ നല്ലോണം നടത്തി പോകുന്ന രീതിയിൽ. പക്ഷെ എന്നാലും എനിക്ക് വീട്ടിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ 1 രൂപ എടുക്കാനില്ലാതെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എടുക്കാനുള്ളതല്ലേ. 1 രൂപ എടുക്കാനില്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും പരിഹാസമായിരിക്കും. നമ്മുടെ ബന്ധുക്കൾ വരെ നമ്മളെ പരിഹസിക്കും. കാരണം ആ ഒരു രീതി വരെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. മീൻസ് ആരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, പരിഹസിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അവരിൽ നിന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും അവർ കാണുമ്പം ഒന്ന് കാര്യമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻകം വേണം, നമ്മുടെ കയ്യിൽ പൈസ വേണം. എന്നാൽ മാത്രമേ അവർ പോലും നമ്മളോട് കാര്യമായിട്ട് സംസാരിക്കൂ എന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങളും എന്തായാലും ഇനി മടിച്ച് നിൽക്കേണ്ട, വേഗം തന്നെ കയറി മുന്നോട്ട് വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ പേജ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഡിയേഴ്സ്.